ഒബ്ജക്ട്സ്. ക്ലാസ്സിൽ പഠിക്കുന്ന എന്താണ്? ക്ലാസ് മീൻസ് ഒരു ബ്ലൂ പ്രിൻറ്റും ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റൻസുമാണ് അല്ലേ. ഇത് ഇൻ്റർവ്യൂവിൽ ഇത് പറയാം, പക്ഷെ നമ്മൾ കോഡിങ്ങിൽ വരുമ്പോൾ ഇത് എവിടെ യൂസ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡെവലപ്പറിനെ പോലെ ചിന്തിക്കാൻ പഠിക്കണം. അപ്പം ഇതിൽ ഫസ്റ്റ് റൂളെന്ന് വെച്ചാൽ ഞാൻ എന്താ ബിൽഡ് ചെയ്യുന്നത്. സപ്പോസ് ഒരു കമ്പനി പറഞ്ഞു എംപ്ലോയി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാക്കാൻ. അപ്പോൾ ഡെവലപ്പർ ഫസ്റ്റ് കോഡ് എഴുതില്ല, ഫസ്റ്റ് ചിന്തിക്കും എംപ്ലോയിനെ കുറിച്ച് എന്തൊക്കെ ഇൻഫർമേഷൻ വേണമെന്ന് അല്ലേ. അപ്പം നമുക്ക് എന്താ തോന്നുന്നത്? എംപ്ലോയിനെ കുറിച്ച് എന്തൊക്കെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും? എംപ്ലോയിയുടെ നെയിം കിട്ടും അല്ലേ, ഏജ് കിട്ടും, സാലറി കിട്ടും, ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടും. ഓക്കെ, ഇതൊക്കെ ഒരു എംപ്ലോയിൻ്റെ ഓൺ ഡീറ്റെയിൽസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു എംപ്ലോയി ഉണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു എംപ്ലോയി ക്ലാസ് ഉണ്ടാക്കണം. ക്ലാസ് എംപ്ലോയി അല്ലേ, നമ്മളൊരു ക്ലാസ് ഉണ്ടാക്കണം. ക്ലാസ് എന്താണ്? ഒരു റിയൽ വേൾഡ് ഐറ്റമാണ്. അതുപോലെ തന്നെയാണ് സ്റ്റുഡൻസ് ഉണ്ടോ? അപ്പം എന്തായിരിക്കും? സ്റ്റുഡൻറ്റ് ക്ലാസ് ഉണ്ടാവും. എംപ്ലോയീസ് ഉണ്ടെങ്കിൽ എംപ്ലോയി ക്ലാസ് ഉണ്ടാവും. കാറിനുണ്ടാവും. കാറിന് പാർട്സ് ഉണ്ടാവും, വീലുണ്ടാവും, സ്റ്റിയറിംഗ് ഉണ്ടാവും, ഡോർ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്താണ്? അപ്പം കാറിന് അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അതെന്താവും? കാറ് ഒരു ക്ലാസ് ആകും. അത് കഴിഞ്ഞിട്ട് ബുക്ക്, പ്രൊഡക്ട്സ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു ഡെവലപ്പർ എപ്പോഴും ചിന്തിക്കുന്നത്, ആപ്ലിക്കേഷനിൽ ആരൊക്കെ ഉണ്ട്. അടുത്ത റൂൾ എന്താണ്? ഇപ്പം നമുക്കൊരു ക്ലാസ്സിനുള്ളിൽ എന്തൊക്കെ കിട്ടി? ഒരു ക്ലാസ്സിൽ നമുക്ക് എന്തൊക്കെ കിട്ടി? നെയിം കിട്ടി, ഏജ് കിട്ടി, സാലറി കിട്ടി, ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടി. അപ്പം നമ്മൾ ഈ വേരിയബിൾസൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്? നമുക്ക് ഈ വേരിയബിൾ എംപ്ലോയീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലേ വേണ്ടത്. അപ്പോൾ അത് എംപ്ലോയീസിൻ്റെ അകത്ത് തന്നെ വെക്കണം ഈ ഡീറ്റെയിൽസൊക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും ഡീറ്റെയിൽസും നമ്മൾ എംപ്ലോയി ക്ലാസ്സിനുള്ളിൽ ആഡ് ചെയ്യണം. അതാണ് ക്ലാസ് എംപ്ലോയി പബ്ലിക് സ്ട്രിങ്. നെയിം വരുമ്പോൾ എന്തായിരിക്കും? സ്ട്രിങ് ആയിരിക്കും, പബ്ലിക് സ്ട്രിങ് നെയിം. ഏജ് വരുമ്പോൾ പബ്ലിക് ഇൻറ്റ് ഏജ്. സാലറി വേണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? പബ്ലിക്. തൽക്കാലം ഡബിളോ എന്ത് വേണോ കൊടുക്കാം, ഇൻറ്റ് സാലറി. നമ്മൾ എന്ത് ചെയ്തു? ഒരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എന്താണ്? എംപ്ലോയീസിനകത്ത് തന്നെ നമ്മൾ ഈ എംപ്ലോയീസിൻ്റെ വേരിയബിൾസൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള റീസൺ എന്താ? ഇമാജിന് ഒരു ഓഫീസിൽ 500 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഓൺ നെയിം ഉണ്ട്. അതുകൊണ്ട് നെയിം എംപ്ലോയീസിൻ്റെ പ്രോപ്പർട്ടിയാണ്. നെയിം എന്തായിരിക്കും? രാഹുൽ, ഏജ് 20, സാലറി 24,000, ഡിപ്പാർട്ട്മെൻറ്റ് HR ഡിപ്പാർട്ട്മെൻറ്റ്. അടുത്ത നെയിം വിക്രം, ഏജ് 30, സാലറി 50,000, ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഫിനാൻസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരു സെയിം ക്ലാസ്സിനുള്ളിൽ വരുന്നതാണ്, പക്ഷെ അതിനുള്ളിൽ വരുന്ന ഡിഫറെൻറ്റ് വാല്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വേരിയബിൾസ് ക്ലാസ്സിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇതാണ് റൂൾ 2 വരുന്നത്. ഇനി റൂൾ 3 വരുന്നത് എന്താണ്? ഒബ്ജക്റ്റ് എന്തിനാണ്? റൂൾ 3 ഒബ്ജക്റ്റ് എന്തിനാണ് അല്ലേ. ഇതാണ് റൂൾ 3 വരുന്നത്. ഇതാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ആകുന്ന മെയിൻ പാർട്ട് വരുന്നത്. റൂൾ 3 ഒബ്ജക്റ്റ് എന്തിനാണ്? ഇമാജിൻ ഒരു ബിൽഡർ ഒരു വീടിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കി. ബ്ലൂ പ്രിൻറ്റിൽ താമസിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല അല്ലേ. അപ്പോൾ ആക്ച്വൽ വീട് തന്നെ നമുക്ക് വേണം. ഇപ്പം നമ്മളൊരു ക്ലാസ് കുറച്ച് നേരത്തെ കാണിച്ച പോലെ ക്ലാസ് എംപ്ലോയീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ അതിനുള്ളിൽ നമ്മൾ വേരിയബിൾസും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് വെച്ചിട്ട് നമുക്ക്
കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇപ്പം എംപ്ലോയിയുടെ ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ എംപ്ലോയി EMP ഈക്വൽ ടു ന്യൂ എംപ്ലോയി അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഒരു എംപ്ലോയി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് റൂൾ 4, വാല്യൂസ് എവിടെ കൊടുക്കണം എന്നുള്ളത്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പം എന്താണ്, ഈ എംപ്ലോയി empty ആണ്. കാരണം നമ്മളിതിലൊന്നും ഏജ് ഇല്ല, നെയിം ഇല്ല, ഒന്നും ചെയ്യില്ല. അപ്പം നമ്മളിപ്പോൾ കൊടുക്കുകയാണ് നമുക്കൊരു വാല്യൂസ് കൊടുക്കാം. EMP ഡോട്ട് ഈ EMPക്കുള്ളിൽ ഒരു എന്താണ്, നമ്മുടെ ക്ലാസ്സിൽ ഫസ്റ്റ് നെയിമിന് ഒരു വാല്യൂ കൊടുക്കുകയാണ്, അക്ഷയ്. ഓക്കെ, അതുപോലെ ഒരു ഏജ് കൊടുക്കുകയാണ്, 24. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒബ്ജക്ട്സിന് വാല്യൂസ് കൊടുക്കുന്നത്. മെത്തേഡ് എന്തിനാണ്? നെക്സ്റ്റ് ചിന്തിക്കും, എംപ്ലോയീസ് ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തു, പക്ഷേ ഇനി എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്യണോ, സേവ് ചെയ്യണോ, അപ്ഡേറ്റ് ചെയ്യണോ, ഡിലീറ്റ് ചെയ്യണോ? അപ്പം മെത്തേഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ അവിടെ കൊടുക്കുന്ന ഇത് എന്ത് ചെയ്യണം, എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കിപ്പം എംപ്ലോയി ഡീറ്റെയിൽസ് എന്തൊക്കെ ചെയ്യാം? ഡിസ്പ്ലേ ചെയ്യാം അല്ലേ? ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും, സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മെത്തേഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ കൊടുക്കേണ്ടത്, നമുക്ക് എംപ്ലോയി ഡീറ്റെയിൽസിൽ എന്താണോ നമ്മൾ ചെയ്യേണ്ടത്, അതാണ് ഈ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ആക്ഷൻസ്, ഇതൊക്കെ ഒരു ആക്ഷൻസ് അല്ലേ? സേവ് ചെയ്യണം. ഇപ്പം നമ്മൾ കൊടുത്തേക്കുന്ന എംപ്ലോയി ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം? നമുക്ക് സേവ് ചെയ്യണം. അപ്പം അതാണ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മെത്തേഡ്സ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഒരു ക്ലാസ് എംപ്ലോയി പബ്ലിക് സ്ട്രിംഗ് നെയിം. അടുത്തത് ഇപ്പം ഇത് മാത്രമേ ഇപ്പം ഞാൻ ഒരു നെയിം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത് നമുക്ക് മെത്തേഡ്സ് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. പബ്ലിക് വോയിഡ്, നമുക്ക് എന്ത് കൊടുക്കാം? ഫസ്റ്റ് ആക്ഷൻ എന്ത് കൊടുക്കാം? ഡിസ്പ്ലേ കൊടുത്ത് നോക്കാം. ഡിസ്പ്ലേ അല്ലേ? നമ്മളൊരു ആക്ഷൻ കൊടുത്ത് എന്ത് ചെയ്യണം? പബ്ലിക് സ്ട്രിംഗ് നെയിം നമുക്ക് എന്ത് ചെയ്യണം? കാണിച്ചു തരണം. എന്നിട്ട് കൺസോൾ ഡോട്ട്, ഇത് നമ്മുടെ പ്രിൻ്റ് ചെയ്യുന്ന കോഡാണ്. റൈറ്റ് ലൈൻ എന്ത് ചെയ്യണം? നെയിം. നമുക്ക് എന്താണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്? നെയിമാണ്. അപ്പം നെയിം കൊടുക്കണം, കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു മെത്തേഡ് ചെയ്യുന്നത്. ക്ലാസ് എംപ്ലോയി പബ്ലിക് സ്ട്രിംഗ് നെയിം. നമ്മൾ എന്ത് ചെയ്തു? ഇതിലേക്ക് ഒരു വേരിയബിൾ കൊടുത്തു. ആ വേരിയബിൾ നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കോഡ് കൊടുക്കണം? കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ, ആ നെയിം ഇവിടെ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് എന്ത് കിട്ടും? ഇവിടെ എന്താണോ നമ്മൾ ആഡ് ചെയ്യുന്നത് അത് നമുക്കിവിടെ വ്യൂ ചെയ്യാൻ പറ്റും. അതാണ് മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ്? ആക്ഷനാണ്. ഓക്കെ, മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ്? ആക്ഷനാണ്. അടുത്ത റൂൾസ് എന്ന് വെച്ചാൽ വൈ നോട്ട് എവറിത്തിങ് ഇൻ മെയിൻ. ബിഗിനേഴ്സ് യൂസ് ചെയ്യുന്നത് ഇതാണ്. സ്ട്രിംഗ് നെയിം ആതിര, ഇൻ്റെ ഏജ് ഈക്വൽ ടു 24, കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ നെയിം. അത് വർക്ക്സ് ആവും. പക്ഷേ ഇമാജിൻ ചെയ്യും, ഒരു കമ്പനിയിൽ ഒരു 1000 എംപ്ലോയീസ് ഉണ്ട്, 1000 എംപ്ലോയീസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നെയിം 1 ഓരോ നെയിം 2 നെയിം 3 നെയിം 4 നെയിം 5 നെയിം 6 ഇങ്ങനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതെന്താ? അത് ഭയങ്കര മെസ്സായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് എംപ്ലോയീസിനെ റിലേറ്റ് ചെയ്തിട്ട് എല്ലാം ഒരു ബോക്സിൽ വെക്കുന്നത്. ആ ബോക്സിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം.
ഇപ്പം എന്തിനാണ് നിങ്ങൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്താണ് ഒരു സ്ട്രിങ് നെയിം എന്ത് കൊടുക്കണം? is equal to Joe, int age equal to 5, console dot right line നെയിം പ്രിൻ്റ് ചെയ്തു. ഇത് വർക്ക്സ് ആവും അല്ലേ? ഇത് വർക്ക്സ് ആവും. പക്ഷെ എന്താണ്, ഇമാജിൻ ഒരു കമ്പനിയിൽ 1000 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പം എന്താണ്, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിനും നെയിം 1, നെയിം 2, നെയിം 3 ഇങ്ങനെ എക്സെട്ര നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഏജ് 1, ഏജ് 2, ഏജ് 3 ഇങ്ങനെ എക്സെട്ര കൊടുത്തിരിക്കും. അപ്പോൾ ഇതെന്താ ഭയങ്കര മെസ്സായിരിക്കും. ഭയങ്കര മെസ്സായിരിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് എംപ്ലോയീസിനെ റിലേറ്റ് ചെയ്തിട്ട് എല്ലാം ഒരു ബോക്സിൽ വെക്കുന്നത്. അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. അപ്പം ഒരു കോളേജ് ആപ്പ് ക്രിയേറ്റ് ചെയ്ത്, അപ്പം ഒരു കോളേജ് ആപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ കോളേജ് ആപ്പിൽ നമുക്ക് ഒരു ഡെവലപ്പറിനെ പോലെ ചിന്തിക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് ചിന്തിക്കുക. നമ്മുടെ കോളേജസിൽ എന്തൊക്കെ ഉണ്ടാവും? ഫസ്റ്റ് ടീച്ചേഴ്സ് ഉണ്ടാവും, സ്റ്റുഡൻസ് ഉണ്ടാവും, കോഴ്സസ് ഉണ്ടാവും, ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും, പിന്നെ എന്തായിരിക്കും, ഫീസസ് ഉണ്ടാവും. അപ്പം ഇതൊക്കെ എന്തായിട്ട് വരും? ഇതൊക്കെയാണ് നമ്മുടെ ഒരു കോളേജിൽ വരുന്നത് അല്ലേ? അപ്പം നമുക്ക് ഒരു കോളേജ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണ്? ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, കോഴ്സസ്, ഡിപ്പാർട്ട്മെൻറ്റ്, ഫീസ്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ കോളേജസിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലാസ്സസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നമുക്കൊരു ഫസ്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്തായിട്ട് വരുന്നത്? ക്ലാസ്സസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് എന്തൊക്കെ വേണം? സ്റ്റുഡൻസിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ വേണം? ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്കിപ്പോൾ നോക്കുവാണെങ്കിൽ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് എടുക്കുവാണെങ്കിൽ സ്റ്റുഡൻസിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയണം? പേരറിയണം, ഏജ് അറിയണം, റോൾ നമ്പർ അറിയണം, ഫോൺ നമ്പർ അറിയണം അല്ലേ? ഇത്രയും ഡീറ്റെയിൽസ് ഇപ്പം നമുക്ക് കിട്ടുവാണെങ്കിൽ ഇതാണ് എന്ത് നമ്മുടെ പ്രോപ്പർട്ടീസ്. ഇതിൽ ആഡ് ചെയ്യേണ്ട വാല്യൂസ്. ഇതാണ് ഇവിടെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ വരുന്ന പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇനി ഈ സ്റ്റുഡൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു എന്ന് നമുക്കിങ്ങനെ നോക്കാം. സ്റ്റുഡൻസ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാം. സ്റ്റുഡൻസ് എന്തൊക്കെ ചെയ്യും? ഈ സ്റ്റുഡൻസ് എന്തൊക്കെ ചെയ്യും? ഫീസ് പേ ചെയ്യും അല്ലേ? പേ ഫീസ്. അത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും? അറ്റൻഡ് ക്ലാസ്. പിന്നെ എന്താ, അവരുടെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും? കാണിച്ചു കൊടുക്കും. അപ്പം ഇതൊക്കെയാണ് എന്ത് നമ്മുടെ മെത്തേഡ്സ്. മനസ്സിലായോ? ഒരു ആപ്പ് എടുക്കുവാണെങ്കിൽ അതിൽ വരുന്നത് ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, കോഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ്, ഫീസ്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു കോളേജിൽ ക്ലാസ്സസ് എന്ന് പറയുന്നത്. അതുപോലെ ഓരോ ക്ലാസ്സിൻ്റെ ഉള്ളിലും നമ്മൾ വാല്യൂസ് ആഡ് ചെയ്യും അല്ലേ?
നെയിം, ഏജ്. ടീച്ചേഴ്സിനാണെങ്കിൽ എന്താ നെയിം, ഏജ്, ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിരിക്കും വരുന്നത്. ടീച്ചേഴ്സ് ഏതൊക്കെ കോഴ്സസ് പഠിപ്പിക്കുന്നതായിരിക്കും വരുന്നത്, കോഴ്സസ്. ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണെങ്കിൽ എന്തായിരിക്കും, HR വരാം, ഫിനാൻസ് വരാം. ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ക്ലാസ്സിൽ എന്തൊക്കെ വരാം, നെയിം വരാം, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ID വരാം, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം വരാം. ഓക്കെ, അതുപോലെ ഞാനെല്ലാം. അപ്പം സ്റ്റുഡൻസ് എടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിന് എന്തൊക്കെ വരും, പ്രോപ്പർട്ടീസ്, നെയിം, ഏജ്, റോൾ നമ്പർ, ഫോൺ നമ്പർ. അതുപോലെ മെത്തേഡ്സ്. ഒരു ഇൻ്റർവ്യൂവർ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, ഹൗ ഡു യു നോ വെൻ ടു ക്രിയേറ്റ് എ ക്ലാസ്? എപ്പോഴാണ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് പറയണം? സാർ, ഐ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ദ റിയൽ വേൾഡ് എൻറ്റിറ്റീസ് ഇൻ ദ ആപ്ലിക്കേഷൻ. ഒരു റിയൽ വേൾഡ് എൻറ്റിറ്റീസ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. ദോസ് എൻറ്റിറ്റീസ് യൂഷ്വലി ബിക്കംസ് ക്ലാസ്സസ്. ആ എൻറ്റിറ്റീസാണ് എന്താകുന്നത്, പിന്നീട് ക്ലാസ് ആയിട്ട് മാറുന്നത്. ദെൻ ഐ ഐഡൻറ്റിഫൈ വാട്ട് ഇൻഫർമേഷൻ ദേ നീഡ്. Then I identified what information they need, which become properties, and what action they perform, which becomes methods. എന്ത് ഇൻഫർമേഷൻ ആണ് അവരിൽ നിന്ന് കിട്ടുന്നത്, അത് പ്രോപ്പർട്ടീസും. എന്ത് ആക്ഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്, അതാണ് മെത്തേഡ്സും എന്ന് പറയുന്നത്. സാർ, ഫസ്റ്റ് ഐ ഐഡൻറ്റിഫൈ ദ റിയൽ വേൾഡ് എൻറ്റിറ്റീസ് ഇൻ ദ ആപ്ലിക്കേഷൻ. ദോസ് എൻറ്റിറ്റീസ് യൂഷ്വലി ബിക്കം ക്ലാസ്സസ്. ദെൻ I identify what information they need, which becomes properties, and what actions they perform, which becomes the methods. ഇങ്ങനെയായിരിക്കും നമ്മൾ ഒരു ക്ലാസ്സിനും ഒരു ഒബ്ജക്റ്റിനും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ആൻസർ.